എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഓടൻ അവനാണെങ്കിൽ വീണ്ടും ഒരു ചാൻസ് കൈഡോയോട് ചോദിക്കുകയാണ്. പക്ഷെ ഒറോച്ചി ആണെങ്കിൽ റിക്വസ്റ്റ് കേൾക്കാതെ മുൻപ് ആ എണ്ണച്ചട്ടിയിൽ വീണ ആളെ അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഓടൻ തീർച്ചയായിട്ടും നീയും ഇതേ രൂപത്തിലായിത്തീരും, അത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മര്യാദയ്ക്ക് നീ തന്നെ സ്വമേധയാൽ ആ എണ്ണയിലേക്ക് ചാടുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും. അത് കേട്ട് കൈഡോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അസിസ്റ്റന്റിനോട് ഒരു വാച്ച് കൊണ്ടുവരാനായിട്ട് പറയും. ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. കൈഡോ നീ എന്തായി ചെയ്യണേ? അവന് വീണ്ടും ചാൻസ് കൊടുക്കാൻ പോവാണോ? അതിന് കൈഡോ ആണെങ്കിൽ ഒറോച്ചിയോട് പറയും, ഇത് ശരിക്കും ഒരു ഫണ്ണാണ്, കൊണ്ട് ഒരിക്കലും ഇത് സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓടൻ ഒരു മണിക്കൂർ ആ ചട്ടിയിൽ മരിക്കാതെ നിനക്ക് സർവൈവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ വെറുതെ വിടാം. അത് കേട്ട് ഓടനാണെങ്കിൽ വീണ്ടും അവനോട് കൺഫേം ആയിട്ട് ചോദിക്കും, ഈ വാക്കെങ്കിലും നീ പാലിക്കുമോ? അതിനവൻ പറയും, തീർച്ചയായിട്ടും ഈ വാക്ക് ഞാൻ പാലിക്കും. ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ചാണ് ഞാനത് പറയുന്നത്. അത് കേട്ട് ഓടനാണെങ്കിൽ പതിയെ മുൻപോട്ടേക്ക് നടന്നു വരും. അവനൊരു അല്പസമയം ആ അണ്ടാവിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെ നോക്കി മുകളിലേക്ക് അങ്ങനെ നല്ല ഫോഴ്സിൽ എടുത്തു ചാടി ആ എണ്ണച്ചട്ടിയിൽ വന്ന് പതിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ വേദന കൊണ്ട് പൊളയും. കാരണം ഒരുപാട് ഫയറിൽ നല്ല ഫോഴ്സിൽ ആ എണ്ണ അങ്ങനെ തിളക്കുകയാണ്. എൻ്റെ ശരീരം അതങ്ങനെ വേകാനായിട്ട് തുടങ്ങും. ആ കാഴ്ച കണ്ട കിന്നിനും കൂട്ടർക്കും അത് സഹിക്കാനാവില്ല. നമ്മൾ ഒരിക്കലും ഇത് നോക്കി നിൽക്കാൻ പാടില്ല. നമ്മുടെ കിങ് ഇല്ലാതായാൽ നമ്മളും ഇല്ല എന്ന് പറഞ്ഞ് അവരും ആ എണ്ണയിലേക്ക് ചാടാനായിട്ട് ഓടി അടുക്കുകയാണ്. ക്ലോസ് തന്നെ താമസം. ഓടനാണെങ്കിൽ ആ ഒരു ബേസ്മെന്റ് അതങ്ങനെ തകർത്ത് അവരെ എല്ലാവരെയും തൂക്കിയെടുത്ത് അവന്റെ തോളത്ത് വെക്കുകയാണ്. സോ അതിലൂടെ അവരെല്ലാവരും ആ എണ്ണയിൽ ഇറങ്ങിയ ഒരു ഇമ്പാക്റ്റ് അത് ചുറ്റുമുള്ളവർക്ക് ലഭിക്കുകയാണ്. അവന്റെ അസിസ്റ്റൻസിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. കിന്നാണെങ്കിൽ ഓടനോട് പറയും, അൺബിലീവബിൾ. ഓടൻ നിങ്ങൾ എന്തായി ചെയ്യണേ? ദയവ് ചെയ്ത് ഞങ്ങളെയും താഴെ ഇറക്കാനായിട്ട് നീ അനുവദിക്കണം. നീയാണ് ആ എണ്ണയിൽ നിൽക്കുന്നത്. ആ എണ്ണയിൽ നിന്നുകൊണ്ട് സർവൈവ് ചെയ്തുകൊണ്ട് ഞങ്ങളെയും തോളത്ത് തൂക്കി പിടിക്കുക എന്നത് വലിയ കരമായ കാര്യമാണ്. മാത്രമല്ല ഇത് ഞങ്ങൾക്ക് വലിയ അപമാനം തന്നെയാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ് ഞങ്ങൾ. സോ തീർച്ചയായിട്ടും നീ ആ എണ്ണയിൽ ഇറങ്ങാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിൽ നീ കയറി നിൽക്കണമെന്ന് പറയും. അതിനോടനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവരോട് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കാനായിട്ട് പറയാണ്. ഇവിടെ ഒറോച്ചിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോകും. അയ്യോ ഇല്ല ഇത് അനുവദിക്കാനായിട്ട് കഴിയില്ല, അവരെല്ലാവരും ആ എണ്ണയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുകയാണ്. പക്ഷെ കൈഡോ ആണെങ്കിൽ അത് കാര്യമാക്കാതെ ആ ഒരു ഗെയിം അത് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനുശേഷമായിരിക്കും അവൻ ആ ടൈമർ പോലും ഓൺ ചെയ്യുക. ഇവിടെ ഓടന് അവനെ കൊണ്ടാണെങ്കിൽ ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. സെക്കൻഡുകൾ കടന്നു പോവും, മിനിറ്റുകൾ കടന്നു പോവും. ഓടനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവന്റെ മുകളിലുള്ളവര് ആണെങ്കിൽ ആ ചൂട് സഹിക്കാൻ കഴിയാതെ മൂവ് ചെയ്യാണ്. ഡെഞ്ചറോ ആണെങ്കിൽ ദേഷ്യപ്പെടും, നീ അത് കാണുന്നില്ലേ, നമുക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, ഒരല്പനേരം നമ്മളത് സഹിച്ച് നിന്നേ പറ്റൂന്ന് പറയും. റൈസോ ആണെങ്കിൽ അവനെ കൊണ്ട് ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറയും. അതിന് ക്യാറ്റ് വൈപ്പർ ഇതിന്റെ ടെറർ ഫേസ് ഒക്കെ കാണിച്ച് അവനെ അങ്ങനെ പേടിപ്പിച്ച് അവരെല്ലാവരും ഇപ്പൊ അനങ്ങാതെ അങ്ങനെ നിൽക്കും. ലോങ് ഷോട്ടിലായിട്ട് ആ സാമുറായ് ഷിനോബി അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്തുള്ള ഒരുത്തനാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, ഉടൻ വേഗം നിങ്ങൾ അതിൻ്റെ അകത്ത് കടന്ന് വെന്ത് മരിക്ക്, അത് കാണാനാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് കേൾക്കേണ്ട താമസം കൺട്രോൾ പോയ നമ്മുടെ പെണ്ണ് അവളാണെങ്കിൽ അവനെ ആഞ്ഞെട്ടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളഞ്ഞ് അവന്റെ ദേഹത്ത് കയറിയിരിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയും ചോദിച്ച് അവനെ പുറഞ്ച അട്ടിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നീ കുറ്റപ്പെടുത്തി സംസാരിക്കും. ഓടനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അവനൊരു വിട്ടിയെ പോലെ ഇവിടെ ഡാൻസ് ചെയ്തത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഉടനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ അവന്റെ വില എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ. സത്യത്തിൽ നിങ്ങളുടെ എല്ലാം ഭാരമാണ് അവനിപ്പോ താങ്ങുന്നത്. ഒരു കാരണവശാൽ അവനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ആർക്കും തന്നെ അധികാരവും ഇല്ല, യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ ടെററായിട്ട് നിൽക്കും. അത് ഇവിടെ ഒറോച്ചിയും ആ വില്ലന്മാർ നോട്ടീസ് ചെയ്യാണ്. അവളാണെങ്കിൽ ഓടനും ഒറോച്ചിയും തമ്മിലുണ്ടായിരുന്ന ആ ഡീല് അതിപ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ ഓടനോട് പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഷോഗണായി മാറിയത് ഇവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, മറിച്ച് ഇവരെ എല്ലാവരെയും ഇല്ലാതാക്കാനാണ്. എൻ്റെ ക്ലാൻ നശിപ്പിച്ച ഇവരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ലക്ഷ്യം അത് മറ്റൊന്നാണെന്ന് പറയും. അതേസമയം കൈഡോയും ആ ഡ്രാഗന്റെ രൂപത്തിൽ അവിടേക്ക് വരികയാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് കൺട്രോൾ പോകും. നിനക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ക്ലാനിനോടും നമ്മുടെ ഈ രാജ്യത്തോടും ഇത്രയും ദേഷ്യവും വെറുപ്പും തോന്നാൻ കാരണം? അതിന് ഒറോച്ചി പല്ല് കടിച്ച് അവൻ്റെ ഗ്രാൻഡ്പയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ അവനോട് പറയും. അതെ, എൻ്റെ ഗ്രാൻഡ്പ അദ്ദേഹം തെറ്റ് തന്നെയാണ് ചെയ്തത്. ഷോഗൺ ആവാനായിട്ട് ബാക്കിയുണ്ടായിരുന്ന ക്ലാനുകളുടെ ഡൈമ്യൂസിനെ അദ്ദേഹം ഇല്ലാതാക്കി മാറ്റി.
പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് നരകയാതനയാണ്. എൻ്റെ ഗ്രാൻഡ്പ ചെയ്ത തെറ്റിന് അവർ ഞങ്ങളുടെ ക്ലാനിലുള്ളവരെ എല്ലാവരെയും ഇല്ലാതാക്കി. കമ്പ് കൊണ്ട് അടിച്ചു കൊന്നും സ്ക്വാഡ് വെച്ച് കുത്തിക്കൊന്നും തീയിലേക്ക് തള്ളിയിട്ടും മോശവും ബ്രൂട്ടലുമായിട്ട് അവർ ഞങ്ങളെ ഓരോരുത്തരായിട്ട് കൊന്നൊടുക്കി. ഞാനാണെങ്കിൽ രാവും പകലും ഇല്ലാതെ ആ വില്ലന്മാരുടെ കയ്യിൽ പെടാതെ ഓടിക്കൊണ്ടേയിരുന്നു. എനിക്ക് നിന്നെ പോലെ സ്ട്രെങ്ത് ഇല്ല, കഴിവില്ല, പക്ഷേ എനിക്ക് ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇത്രയും കാലവും അപകടങ്ങളിലൊന്നും പെട്ടുപോവാതെ ഇപ്പൊ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും എന്റെ ലക്ഷ്യം അത് ഞാൻ പൂർത്തിയാക്കും. ഒരു ചെറിയ പയ്യനായിരുന്ന എന്നോട് യാതൊരു വിധത്തിലുള്ള കരുണ കാണിക്കാതെ നിങ്ങളുടെ ക്ലാനിലുള്ള ആൾക്കാർ വളരെ ബ്രൂട്ടലായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ എന്നോടും എൻ്റെ ഗ്രാൻഡ്പയോടും എൻ്റെ ക്ലാനിനോടും ചെയ്തതിന് പകരമായിട്ട് ഞാൻ ഈ ഐലാൻഡ് തന്നെ നശിപ്പിക്കുമെന്ന് അവൻ തീർത്തു പറയാണ്. ഓർഡറാണെങ്കിൽ അത് കേട്ട് കരിയിളകും. നാട്ടിച്ചു പറയും, ഒരു കാരണവശാലും ഈ ഐലാൻഡ് നശിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും നിന്റെ കയ്യിൽ നിന്ന് ഈ ഐലാൻഡ് അത് ഞാൻ തിരികെ പിടിച്ചിരിക്കും. അത് കേൾക്കേണ്ട താമസം ഒറോച്ചിയും കൈഡോയും അവർ രണ്ടുപേരും അടുത്തുണ്ടായിരുന്ന റൂം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേര് കൈയും കാലും വായും ഒക്കെ അങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഒറോച്ചി ആണെങ്കിൽ ഓടനോട് പറയും, ഇവരെല്ലാം ഞങ്ങളുടെ ടൂൾസ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യാനുസരണം ഇവരെ എല്ലാവരെയും ഞാൻ വിൽക്കുമെന്ന് പറയും. അത് കേട്ട് കൈഡോ അവനാണെങ്കിൽ അവന്റെ ഡ്രാഗന്റെ രൂപത്തിൽ ഓടന്റെ അടുത്തേക്ക് വരും. ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ് ഈ ഒറോച്ചിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അത് ഞാൻ നിന്നെ ഇല്ലാതാക്കും, അതിനുശേഷം ഈ ഒറോച്ചിയെ തകർക്കുമെന്ന് പറഞ്ഞ് ഓടനാണെങ്കിൽ ചാടി വന്ന് അവനെ ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഓടന്റെ അറ്റാക്ക് അത് വർക്കൗട്ട് ആവാതെ ചീറ്റിപ്പോയി ഓടൻ അങ്ങനെ താഴേക്ക് വന്ന് വീഴുകയാണ്. ഇടോ ആണെങ്കിൽ അവന്റെ ഹ്യൂമൻ രൂപത്തിലേക്ക് മാറും. അതിനുശേഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റിന്റെ ഇടയിൽ ക്യാസ്റ്റലിന്റെ ഓരോരോ ഭാഗമായിട്ട് തകരാനായിട്ട് തുടങ്ങുകയാണ്. ഒറോച്ചി ആണെങ്കിൽ അല്പനേരം ആകാംക്ഷയോട് കൂടെ ആ ഫൈറ്റ് നോക്കും. പക്ഷേ കാര്യം കൈവിട്ട് പോവാണെന്ന് ബോധ്യപ്പെട്ട ഒറോച്ചി ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. രണ്ടുപേരും ഇവിടെ വെച്ച് ഫൈറ്റ് അത് സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. നിന്റെ ആവശ്യം ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കണം എന്നതല്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യാം, പക്ഷേ ഒരു ഡീൽ അത് നീ ആക്സെപ്റ്റ് ചെയ്യണം. നിനക്കൊരിക്കലും ഞങ്ങളോട് ഫൈറ്റ് ജയിക്കാനായിട്ട് കഴിയില്ല. ഫൈറ്റിൽ തീർച്ചയായിട്ടും നീ തോൽക്കും. അങ്ങനെ സംഭവിച്ച നിന്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും നീയുടെ കഷ്ടകാലം തന്നെ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഓടനും ഒരുപാട് വിഷമം തോന്നുകയാണ്. അവൻ ഒരു സെക്കൻഡ് അവിടെ തട്ടിക്കൊണ്ടുവന്ന ജനങ്ങളുടെ കരച്ചിലും അവരുടെ വിലാപവും അതെല്ലാം കേൾക്കുകയാണ്. അതിനുശേഷം അവൻ വീണ്ടും അവന്റെ ഫാമിലിയെക്കുറിച്ച് ആലോചിക്കും. എല്ലാം ആലോചിച്ച് കൺട്രോൾ പോയ ഓടൻ അവൻ ഒറോച്ചിയുടെ പേര് വിളിച്ച് അവന്റെ പ്രൊട്ടക്ടർ ഗ്ലാസ്സിൽ പുറഞ്ച് ആഞ്ഞു വെട്ടുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ ശ്വാസം അങ്ങനെ നിലച്ചു പോകും. അല്പനേരം ഓടനാണെങ്കിൽ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ആ സ്ക്വാഡ് താഴെയിട്ട് അവൻ അങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. പ്ലാൻ അത് സക്സസ് ആയി എന്ന് മനസ്സിലാക്കിയ ഒറോച്ചിയാണെങ്കിൽ ഓടന്റെ അടുത്തേക്ക് വന്ന് പറയും, ഓക്കെ, നിനക്ക് ഞാൻ ഒരു ഡീൽ തരുകയാണ്. 5 വർഷത്തേക്ക് ഞാൻ ഈ ഐലാൻഡ് നിനക്ക് വിട്ടു തരുന്നു. ഇവിടെയുള്ള ആരെയും ഞങ്ങൾ തട്ടിക്കൊണ്ടു പോവില്ല. ആ 5 വർഷവും എല്ലാ ആഴ്ചയിലും നീ ഡ്രസ്സ് മുഴുവൻ ഊരി ഈ മാക്ഷിന്റെ മുൻപിൽ വന്ന് ഡാൻസ് ചെയ്യണം. 5 വർഷം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരിവിടുന്ന് പോകാം എന്നതായിരുന്നു അവരുടെ ഡീല്. ചെയ്ത സാമുറായി പെണ്ണ് അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കേട്ട് ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. അവരെ സേവ് ചെയ്യാനാണ് എല്ലാ അപമാനങ്ങളും വേദനകളും സഹിച്ച് അവൻ ഇത്തരത്തിൽ ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇപ്പോ ഈ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവൻ ആ ഒരു തീക്കുണ്ടത്തിൽ നിൽക്കുന്നതെന്നും അവർ മനസ്സിലാക്കും. അതിനുശേഷം അവളാണെങ്കിൽ ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റിനെ കുറിച്ചും അവരോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത്. സോ ഒരു കാരണവശാലും നിങ്ങൾ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ഓടൻ അവനാണെങ്കിൽ ചോര ഛർദ്ദിക്കുകയാണ്. ആ കാഴ്ചയെല്ലാം കണ്ട് കൈഡോയും ഒറോച്ചിയും അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടെ അത് ആസ്വദിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.